മലയാള സിനിമയിലെ ഏറ്റവും അധികം റെക്കോർഡ് കളക്ഷനിലൂടെ സിനിമയുടെ ആബ്സല്യൂട്ട് ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ്, സൂപ്പർ ഡൂപ്പർ സ്പെക്ടാക്യുലർ ഹിറ്റായി മാറിയ ഒരു ചിത്രത്തിനാണ് ഇനി ഇവിടെ നമ്മൾ അവാർഡ് നൽകാൻ പോകുന്നത്. ആൻഡ് തീർച്ചയായിട്ടും ആ ചിത്രത്തിലെ ദൃശ്യങ്ങൾ കാണാത്ത ആരും തന്നെ ഉണ്ടാവില്ല. ആ സിനിമ was such a big hit that മലയാളത്തിന് ശേഷം കന്നഡ, തെലുഗു, ഇപ്പോൾ തമിഴ്, സൗത്ത് ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും അത് റീമേക്ക് ചെയ്യപ്പെട്ടു. സൂപ്പർ ഹിറ്റായി അവിടെയും ഓടിക്കൊണ്ടിരിക്കുന്നു. ആൻഡ് ഈ ഒരു സിനിമ ഏതാണ് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ മലയാളികൾക്ക് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നമ്മൾക്ക് എല്ലാവർക്കും മലയാളികളുടെ ആ കൺഗ്രാറ്റുലേഷൻസ് നൽകാം ഒരു കൈയടിയിലൂടെ ടു ദ ഫാന്റാസ്റ്റിക് മൂവി ദൃശ്യം. ഈ സിനിമയിലെ ആ പവർഫുൾ ട്രയോയെ ആണ് ഈ അവസരത്തിൽ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. മറ്റാരുമല്ല, ആ സിനിമയിലൂടെ നമ്മൾക്ക് എല്ലാവർക്കും വളരെയേറെ ഇഷ്ടപ്പെട്ട അതിലെ നായകൻ, നമ്മളുടെ പ്രിയപ്പെട്ട ശ്രീ മോഹൻലാൽ. ആ സിനിമ എഴുതി സംവിധാനം ചെയ്ത അതിന്റെ ഡയറക്ടർ ശ്രീ ജിത്തു ജോസഫ് ആൻഡ് ആ സിനിമ നിർമ്മിച്ച ആശീർവാദ് ഫിലിംസിലെ ശ്രീ ആന്റണി പെരുമ്പാവൂർ. ഈ മൂന്നുപേരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഫോർ ദ ഫിലിം ദൃശ്യം. മലയാളത്തിന്റെ അഭിമാന ചലച്ചിത്രം, മലയാള ചലച്ചിത്ര ചരിത്രത്തിലെ ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് ഹിറ്റ്. ജിത്തു ജോസഫ് എന്ന സംവിധായക പ്രതിഭയുടെ കയ്യൊപ്പ് പതിഞ്ഞ ഈ ചരിത്ര സിനിമ നിർമ്മിച്ചത് ഒട്ടനവധി സൂപ്പർ ഹിറ്റ് ചലച്ചിത്രങ്ങൾ മലയാളിക്ക് സംഭാവന ചെയ്ത് സിനിമയോടുള്ള തന്റെ പ്രണയം അരക്കിട്ടുറപ്പിച്ച ശ്രീ ആന്റണി പെരുമ്പാവൂർ. ലോക മലയാളി സിനിമാ പ്രേമികൾക്കും കേരള സിനിമാ വ്യവസായത്തിനും വേണ്ടി കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇതിന്റെ ശില്പികൾക്ക് സ്നേഹാദരങ്ങളോടെ നൽകുന്ന ആദരം ഏറ്റുവാങ്ങാൻ ഹാർദമായി ക്ഷണിക്കുന്നു ശ്രീ ജിത്തു ജോസഫ്, ശ്രീ ആന്റണി പെരുമ്പാവൂർ. ഒപ്പം സിനിമയിലൂടെ നടനെയാണോ നടനിലൂടെ സിനിമയാണോ നാം സ്നേഹിച്ചു പോകുന്നതെന്ന് പ്രേക്ഷകർക്ക് രണ്ടു വട്ടം ആലോചിക്കേണ്ടി വന്നിട്ടില്ലാത്ത നടനെ ഇതിഹാസം. ലാലെന്നും ലാലേട്ടനെന്നും ലാൽ സാറെന്നും മനസ്സുകൊണ്ട് മലയാളി വിളിക്കുന്ന ശ്രീ മോഹൻലാൽ, അങ്ങേക്ക് സ്വാഗതം. നല്ലൊരു കൈയടി കൊടുക്കാം for the fantastic team behind ദൃശ്യം right here on stage. ഒരു സിനിമ എന്ന് പറയുന്നത് ഇന്ന് ഒരു കൂട്ടായ്മയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ദൃശ്യം എന്ന് പറയുന്ന സിനിമ ഒരു കൂട്ടായ്മയിലൂടെ അതിനകത്ത് അഭിനയിച്ചവരും അതിൻ്റെ പ്രൊഡ്യൂസർ, അതിൻ്റെ ടെക്നീഷ്യൻസ് എല്ലാവരും കൂടെ ഒന്നിച്ച് നിന്ന് ഒറ്റക്കെട്ടായി നിന്ന് അവരുടെ ശ്രമഫലമാണ് ദൃശ്യം എന്ന സിനിമ. പക്ഷേ ആ സിനിമയെ ഒരു വിജയിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രേക്ഷകരാണ് അത് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ പ്രേക്ഷകരോടാണ്. ഞാൻ നിങ്ങളോട് എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു. പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത എൻ്റെ പ്രൊഡ്യൂസർ, ഇതിനകത്ത് വർക്ക് ചെയ്ത ടെക്നീഷ്യൻസ്, പിന്നെ നമ്മുടെ എല്ലാമായ ലാലേട്ടൻ, തീർച്ചയായിട്ടും നന്ദി. താങ്ക് യു ജിത്തു സർ. ആന്റണി ചേട്ടാ, നിരവധി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ദൃശ്യം എന്ന് പറയുമ്പോൾ മറ്റുള്ള എല്ലാ റെക്കോർഡ്സും തകർത്തിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ഒരു സന്തോഷം ഞങ്ങളുടെ കൂടെ പങ്കുചേരും പ്ലീസ്. വളരെ വളരെ സന്തോഷമുണ്ട്. ശരിക്കും ഈ നിമിഷങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കുന്നതല്ല. ഈ സിനിമ ഇത്രയും വിജയമാക്കിയ മലയാളികളായ എല്ലാവരോടും എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. സൂപ്പർ ഹിറ്റുകൾ ലാലേട്ടന് നിരവധിയുണ്ട്, ഫ്രം ദെൻ ടു നൗ. പക്ഷേ ദൃശ്യം എന്ന് പറയുമ്പോൾ അതിന്റെ ഈ വിജയത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ലാലേട്ടന് ഈ ദോഹയിൽ എന്താണ് പറയാൻ തോന്നുന്നത്? മിസ്റ്റർ ജിത്തു ജോസഫ് പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും ദൃശ്യം എന്ന ചിത്രത്തിൻ്റെ വിജയം പ്രേക്ഷകർ തന്നെയാണ്. ഈ സിനിമ എത്രയും വലിയ വിജയമാക്കിയ നിങ്ങൾ ഓരോരുത്തരോടുമുള്ള എൻ്റെ നന്ദി അറിയിക്കുന്നു. ജിത്തുവിനോടും ശ്രീ ആന്റണി പെരുമ്പാവൂരോടും ഇതിൽ പ്രവർത്തിച്ച ഓരോരുത്തരോടും എനിക്കുള്ള നന്ദി അറിയിക്കുന്നു. 36 വർഷമായിട്ട് ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നു.
തീർച്ചയായിട്ടും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അന്നില്ലെങ്കിലും പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ഒരു സിനിമയുടെ ഏറ്റവും വലിയ ഘടകമാണ്. അവർ ചേർന്നുണ്ടാക്കിയ ഒരു സംഘടന ഇത്തരത്തിൽ ഈ സിനിമയെ ആദരിക്കുന്നതിൽ അതിൻ്റെ ഒരു ഭാഗമെന്ന നിലയിൽ ഞാൻ വളരെയധികം അഭിമാനിക്കുന്നു. നന്ദി നന്ദി നന്ദി. താങ്ക് യു. Congratulations to the team. And ഇനി ദൃശ്യം എന്ന ഈ ചിത്രത്തിന് വേണ്ടി ഈ 3 പേരെയും ആദരിക്കാനായി കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ എല്ലാവരെയും ഞാൻ വേദിയിലേക്ക് വിളിക്കുന്നു. സ്റ്റാർട്ടിംഗ് വിത്ത് പ്രസിഡന്റ് ജി സുരേഷ് കുമാർ, സെക്രട്ടറി എം രഞ്ജിത്ത്, ട്രഷറർ പ്രേം പ്രകാശ്, കിരീടം ഉണ്ണി, കലിയൂർ ശശി, ഹസീബ് ഹനീഫ്, രാജു മാത്യു, സിയാദ് കോക്കർ, എം ഹംസ, ബി രാകേഷ്, VBK മേനോൻ, മാധവൻ നായർ, VE സിറാജ്, മമ്മി സെഞ്ചുറി, സുബൈർ, ഖാദർ ഹസൻ, ജോണി സാഗരിക, അനിൽ തോമസ് and Anand Kumar. അതിന്റെ കൂടെ I would also like to welcome yet another special person who has made this all possible. That is Shri NK Mustafa, Managing Director, Saudia Group, ഞങ്ങളുടെ ചീഫ് സ്പോൺസർ. സ്വാഗതം. ആദ്യത്തെ ട്രോഫി ഡയറക്ടറിന് നൽകിയ പ്രൊഡ്യൂസറിന് നൽകി. സുരേഷ് സാർ പറഞ്ഞു ആദ്യം പ്രൊഡ്യൂസറിന് അല്ലേ? എപ്പോഴും പ്രൊഡ്യൂസർ ഇല്ലാതെ സിനിമയില്ല. പ്രശസ്തി പത്രവും നൽകുന്നു. രഞ്ജിത്ത് സർ അടുത്ത ട്രോഫി ജിത്തു ജോസഫ് ഡയറക്ടറിന് നൽകുന്നു. ലാലേട്ടിന് വേണ്ടിയുള്ള ട്രോഫിയും ഇതാ അദ്ദേഹം ഏറ്റുവാങ്ങുന്നു. ദൃശ്യം എന്ന ചിത്രത്തിന് വേണ്ടിയുള്ള കൈഡി നമുക്ക് നൽകാം. Thank you to the entire team and nallൊരു കൈഡി for ജിത്തു ജോസഫ്, ആന്റണി പെരുമ്പാവൂർ and ലാലേട്ടൻ. ദൃശ്യം എന്ന ചിത്രത്തിന്റെ ഫുൾ ടീമിന് വേണ്ടിയുള്ള സ്നേഹം കൈഡിയായി നൽകാം. Thank you very much gentlemen. നമ്മളുടെ ചീഫ് സ്പോൺസർ NK മുസ്തഫ സാഹിബ്, മാനേജിംഗ് ഡയറക്ടർ സൗദിയ ഗ്രൂപ്പ്. Thank you so much. Thank you gentlemen. Thank you very much.